നിങ്ങളിൽ പലരെയും പോലെ എൻ്റെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ ഒന്നാണ് റിട്ടയർമെൻറ്റ്. റിട്ടയർമെൻറ്റ് നിങ്ങൾ ഇതുവരെയും പ്ലാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഇന്ന് എൻ്റെ റിട്ടയർമെൻറ്റ് പ്ലാനിനെ പറ്റിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോവാണ്. എൻ്റെ റിട്ടയർമെൻറ്റ് കോർപ്പസിൻ്റെ 35% ഞാൻ ഒരൊറ്റ മ്യൂച്വൽ ഫണ്ടിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ പേര് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് എന്നാണ്. പേരറിയാൻ വേണ്ടി മാത്രം ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പോകാം. അതല്ല, ഈ ഫണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയധികം രൂപ ഈ ഫണ്ടിൽ ഇടുന്നത്, അതിന് കാരണങ്ങൾ എന്താണ്, അതിന് ഉള്ള റിസ്കുകൾ എന്താണ്, അത് ഞാൻ എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു, ഞാൻ എന്തുകൊണ്ട് ഇടുന്നു എന്നൊക്കെ അറിയുന്നതിനായിട്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. എൻ്റെ റിട്ടയർമെൻറ്റ് ലക്ഷ്യങ്ങൾക്കായിട്ട് 3 മ്യൂച്വൽ ഫണ്ടുകളും എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഉൾപ്പെടെ 3 ഡിഫറൻ്റ് ആയിട്ടുള്ള ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റുകളുമാണ് ഞാൻ മാറ്റിവെച്ചിട്ടുള്ളത്. റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിനെ പറ്റിയിട്ട് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിട്ടയർമെൻറ്റ് എന്നൊന്ന് കമൻറ്റും കൂടെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ചെയ്താൽ നന്നായിരുന്നു. എൻ്റെ പേഴ്സണൽ ഫിനാൻസ് ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടുള്ള റിട്ടയർമെൻറ്റിൻ്റെ ഏറ്റവും കൂടുതൽ എമൗണ്ട് ഞാൻ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറഞ്ഞ ഫണ്ടിൽ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ ഇടുന്ന ഓരോ രൂപയും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഓഹരികളിലും വിദേശ ഓഹരികളിലും ഒരേപോലെ നിക്ഷേപം നടത്തുന്നു എന്നുള്ളതാണ്. ഒരു ഓപ്പൺ എൻഡഡ് സ്കീമായിട്ടുള്ള ഒരു ഡൈനാമിക് ഇക്വിറ്റി സ്കീമാണ് ഈ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്. ഓപ്പൺ എൻഡഡ് സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും പണം ഇടാനും പണം പിൻവലിക്കാനും സാധിക്കും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികൾ ആയിട്ടുള്ള HDFC, കോട്ടക് മഹീന്ദ്ര ബാങ്ക് പോലുള്ള ബാങ്കിന് പുറമെ ആപ്പിൾ, മൈക്രോസോഫ്റ്റ് പോലുള്ള വിദേശ കമ്പനി നമ്മളിടുന്ന പൈസ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമ്മളിടുന്ന പണം ഒരു ഗ്ലോബലി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ നിക്ഷേപിക്കപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് വളരെ കുറച്ച് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകളിൽ മാത്രമേ ആ ഗുണമുള്ളൂ എന്നുള്ളതാണ്. 2013 മുതലാണ് ഈ ഫണ്ട് ആരംഭിച്ചത്. അന്ന് മുതൽ തന്നെ കഴിഞ്ഞൊരു 12 വർഷത്തെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ആൻ ആവറേജ് ഒരു 16 മുതൽ 20% വരെ വാർഷിക റിട്ടേൺ, കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ CAGR നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 12 വർഷം മുൻപ് നിങ്ങൾ ഈ ഫണ്ടിൽ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വാല്യൂ ഏകദേശം 8 ലക്ഷത്തിന് മുകളിലായിരിക്കും എന്നുള്ളതാണ്. നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടുകളിലോ അല്ലെങ്കിൽ നിഫ്റ്റി 50 ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടുകളിലോ നിങ്ങൾ നിക്ഷേപിക്കുകയായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലഭിക്കുന്ന റിട്ടേണിനേക്കാൾ ഉയർന്ന റിട്ടേണാണ് ഇത് നൽകിയിട്ടുള്ളത്. മാർക്കറ്റ് തകർന്നുള്ള കോവിഡ് കാലത്തും ഈ ഫണ്ട് വലിയ പരുക്കില്ലാതെ പിടിച്ചു നിന്നു എന്നുള്ളതാണ് ഈ ഫണ്ടിൻ്റെ വിശ്വാസ്യത കൂട്ടുന്ന മറ്റൊരു കാര്യം. പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ മാർച്ച് 31 ഫണ്ട് ഫാക്ട് ഷീറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ, ഒരു ദീർഘകാല മൂലധന വളർച്ച ലക്ഷ്യമിടുന്ന ഈ ഫണ്ട് മൂല്യം കുറഞ്ഞ ഓഹരികളിൽ അല്ലെങ്കിൽ വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞുള്ള രീതി ഫോളോ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫണ്ടുകളിൽ ഒന്നായിട്ടുള്ള ഈ ഫണ്ട് 2026 മാർച്ച് 31 കണക്കനുസരിച്ച് 1,28,966 കോടി രൂപയാണ് ഈ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. വളരെ വലിയൊരു ഫണ്ടാണ്. ഇതിൻ്റെ NAV നെറ്റ് അസറ്റ് വാല്യൂ ഡയറക്റ്റ് പ്ലാനിൽ 91.29 റെഗുലർ പ്ലാനിൽ 83.35 നമ്മളെപ്പോഴും പറയാറുള്ളത് ഡയറക്റ്റ് പ്ലാനിൽ നിക്ഷേപിക്കണമെന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് പ്ലാനിലാണ് നമ്മൾക്ക് കൂടുതൽ നേട്ടം ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ തുറന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞത് 65% ഇന്ത്യൻ ഓഹരികളിൽ നിക്ഷേപിക്കുകയും ബാക്കിയുള്ള തുക വിദേശ കടപ്പത്രങ്ങളിലും വിദേശ ഓഹരികളിലും ഒക്കെ നിക്ഷേപിക്കാൻ അനുവാദമുള്ള ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഹോൾഡിങ്ങുകൾ HDFC ബാങ്ക്, ICICI ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ബജാജ് ഹോൾഡിങ്സ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, കോൾ ഇന്ത്യ, ITC, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നുള്ളതൊക്കെ. കൂടാതെ വിദേശ നിക്ഷേപമായിട്ട് മൈക്രോസോഫ്റ്റ്, ആൽഫബറ്റ്, ആമസോൺ, മെറ്റ മുതലായിട്ടുള്ള കമ്പനികളുടെ സ്റ്റോക്കും ഇതിൽ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ 1 ലക്ഷം രൂപ ഈ ഫണ്ടിൽ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു വർഷം ഏകദേശം 630 രൂപ, ഡയറക്റ്റ് ഫണ്ടിലാണെങ്കിൽ നമുക്ക് 630 രൂപ ചിലവ് വരികയും അതേസമയം തന്നെ റെഗുലർ ഫണ്ടിലാണെങ്കിൽ 1280 രൂപ ചിലവ് വരികയും ചെയ്യും. അതായത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ വീഡിയോകൾ ചെയ്യുന്ന കുറേ ബ്രോക്കർമാർ യൂട്യൂബിലുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നിന്നാണ് നിങ്ങൾ
മ്യൂച്വൽ ഫണ്ടുകൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കൊടുക്കേണ്ട ചിലവിൻ്റെ ഇരട്ടി 630 പകരം 1280 രൂപ നിങ്ങൾ ചിലവാക്കേണ്ടി വരും എന്നുള്ളത് ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ഒരു ലോങ് ടേം വെൽത്ത് ബിൽഡിങ്ങിനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കാൻ ഇടയുണ്ട്. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഫണ്ടുകൾ നിങ്ങൾ നിക്ഷേപിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി മ്യൂച്വൽ ഫണ്ടുകളിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞ് ഈ ഫണ്ടിലാണെന്നുണ്ടെങ്കിൽ 365 ദിവസത്തിനുള്ളിൽ നമ്മൾ പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിൻവലിക്കുന്ന തുകയുടെ 2% പിഴയായിട്ട് കൊടുക്കണം. അതിനെയാണ് എക്സിറ്റ് ലോഡ് എന്ന് പറയുക. അതുപോലെ 366 മുതൽ 730 വരെ ദിവസത്തിനുള്ളിൽ, അതായത് 1 വർഷത്തിനും 2 വർഷത്തിനും ഇടയിൽ നമ്മൾ പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിൻവലിക്കുന്ന തുകയുടെ 1% പിഴയായിട്ട് നൽകണം. 2 വർഷത്തിന് ശേഷം ആണ് നമ്മൾ പിൻവലിക്കുന്നതെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല മറ്റൊരു കണ്ടീഷൻ ഈ ഫണ്ടിന് കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിക്ഷേപിക്കുന്ന ഒരു തുകയുടെ 10% നമ്മൾ പിൻവലിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പിഴയില്ലാതെ പിൻവലിക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് 1 ലക്ഷം രൂപ ഇട്ടു, അടുത്ത ആഴ്ച എനിക്ക് ഒരു 10,000 രൂപ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 10,000 രൂപ പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സിറ്റ് ലോഡ് വരില്ല. കാരണം എന്താ വെച്ചാൽ 1 ലക്ഷത്തിൻ്റെ 10% 10,000. നിഫ്റ്റി 500 TRI ആണ് ഇതിൻ്റെ ബേസ് എന്ന് പറയാം. റിട്ടേണിനെ കമ്പയർ ചെയ്യുന്നത് ഈ നിഫ്റ്റി 500 നിഫ്റ്റിയിലെ 500 സ്റ്റോക്കുകളുടെ ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അവസാനത്തെ 1 വർഷം ഈ ഫണ്ട് 7.93% നേട്ടം തന്നിട്ടുണ്ട്. പക്ഷേ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് വെറും 4.5% മാത്രമേ നേട്ടം തന്നിട്ടുള്ളൂ. കാറ്റഗറി ആവറേജ് വെറും 6.2 മാത്രമാണ്. 3 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഫണ്ട് 17.5% നേട്ടം, അതേസമയം തന്നെ ബെഞ്ച് മാർക്ക് 16%, അതുപോലെ കാറ്റഗറി ആവറേജ് 15.5%. 5 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഫണ്ട് ഓരോ വർഷവും 16.8% നേട്ടം തന്നിട്ടുണ്ട്. ബെഞ്ച് മാർക്ക് 15.6%, കാറ്റഗറി ആവറേജ് 14.8%. 10 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഫണ്ടിന് 18.2%, കാറ്റഗറി ആവറേജ് 12.9%, അതേസമയം ബെഞ്ച് മാർക്ക് 13.5%. ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു 10 വർഷം അല്ലെങ്കിൽ 5 വർഷത്തെ കണക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബെഞ്ച് മാർക്കായിട്ടുള്ള നിഫ്റ്റി 500 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. 10 വർഷത്തെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെഞ്ച് മാർക്കിനേക്കാൾ 5% അധിക നേട്ടം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ അടുത്ത് HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട്, JM ഫ്ലെക്സി ക്യാപ് ഫണ്ട് പോലുള്ള ചില ഫണ്ടുകൾ 3 വർഷത്തെ കണക്കെടുക്കുമ്പോൾ പരാഗ്പരിക് ഫണ്ടിനേക്കാൾ കൂടിയ റിട്ടേൺ തരുന്നുണ്ട് എന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ വിപണിയിലെ ചാഞ്ചാട്ടങ്ങളെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഡൗൺ സൈഡ് പ്രൊട്ടക്ഷൻ നൽകുന്ന കാര്യത്തിൽ പരാഗ്പരിക് ഫണ്ട് മറ്റുള്ള ഏത് ഫണ്ടിനേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി ഈ ഫണ്ടിൻ്റെ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് കൂടുതൽ എമൗണ്ട് നിക്ഷേപിക്കുന്നതായിട്ട് സ്വീകരിക്കാനുള്ള കാരണം. 10 വർഷത്തെ റിട്ടേൺ പരിശോധിക്കുമ്പോൾ ഈ കാറ്റഗറിയിലെ ഏറ്റവും മികച്ച ഫണ്ടുകളിൽ ഒന്നായിട്ട് ഇത് തുടരുന്നുണ്ട്. ഇതിൻ്റെ ബീറ്റ റേഷ്യോ 0.56, അതായത് മാർക്കറ്റ് 1 രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ 56 പൈസ മാത്രമേ കുറയുള്ളൂ എന്നുള്ള ആ ഒരു പ്രൊപ്പോർഷനിൽ, അതായത് മാർക്കറ്റിനേക്കാൾ പകുതി മാത്രം താഴുന്ന രീതിയിൽ ഉള്ള ഒരു ഫണ്ടാണ് എന്നുള്ളത് വിപണി തകരുമ്പോൾ മറ്റുള്ള ഫണ്ടുകളേക്കാൾ കുറച്ച് മാത്രമേ താഴോട്ട് പോകുന്നുള്ളൂ എന്നുള്ളത് കാണിക്കുന്നതാണ്. US ഓഹരികളിലെ ആൽഫബറ്റ്, മൈക്രോസോഫ്റ്റ് മുതലായിട്ടുള്ള നിക്ഷേപം കഴിഞ്ഞ വർഷത്തെ നേട്ടത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രധാന ഘടകമാണ്. പക്ഷേ ഈ അടുത്ത് വിദേശ നിക്ഷേപ നിയന്ത്രണങ്ങൾ കാരണം പുതിയ ഓഹരികൾ വാങ്ങുന്നതിന് ഒരു പരിധി നിശ്ചയിക്കുകയും അത് ഇതിൻ്റെ റിട്ടേണിനെ ചെറിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള ഫണ്ടുകളേക്കാൾ സ്റ്റേബിളായിട്ടുള്ള ഒരു റിട്ടേൺ എപ്പോഴും നൽകുന്നതിനായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 1ാം സ്ഥാനത്തോ അല്ലെങ്കിൽ ആദ്യ 3 സ്ഥാനങ്ങളിലോ ഒക്കെ ഈ ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയിൽ വരുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർന്ന റിട്ടേൺ നൽകുന്നതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റിലൂടെ ദീർഘകാല അടിസ്ഥാനത്തിൽ സ്ഥിരതയുള്ള ഒരു വളർച്ച നൽകുന്ന ഒരു ഫണ്ടാണ് ഇത് എന്നുള്ളത്. ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ പേഴ്സണലി എൻ്റെ റിട്ടയർമെൻറ്റ് കോർപ്പസിന് ആവശ്യമായിട്ടുള്ള 35% തുകയും ഈ ഫണ്ടിൽ നിക്ഷേപിക്കുന്നത്. നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള സാധ്യത കൂടുകയും അത് കൂടുതൽ ആളുകളെ സഹായിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ നിക്ഷേപങ്ങളിലും എന്ന പോലെ ഇതിനും റിസ്കുകളുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വിദേശ വിപണിയിലെ മാറ്റങ്ങൾ, ഈ ഫണ്ട് മാനേജർമാരുടെ തീരുമാനങ്ങൾ, അതൊക്കെ ഈ ഫണ്ടിനെ മോശമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഫണ്ട് മാത്രമായിട്ട് നിങ്ങൾ ഗോൾ പ്ലാനിങ്ങിനായിട്ട് ഉപയോഗിക്കരുത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക.
അപ്പോൾ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ പല ഇൻസ്ട്രുമെൻറ്റുകൾ കൂട്ടി ഉപയോഗിക്കണം. അങ്ങനെ എന്തൊക്കെ വിവരങ്ങൾ കൂട്ടി, എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റുകൾ കൂട്ടിയാണ് നിങ്ങൾ നിക്ഷേപിക്കേണ്ടത്, നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പ്ലാനിങ് എങ്ങനെ നടത്തണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഡയറക്ഷൻ അറിയുന്നതിനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ആ സ്ക്രിപ്പിംഗ് സർവീസിൽ നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് അടക്കമുള്ള എല്ലാ ഗോളുകളും പ്ലാൻ ചെയ്യുന്നതിനും അതുമായിട്ട് സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും സാധിക്കും. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകൾ കണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.